താമരശ്ശേരി ചുരത്തിലേക്കൊന്ന് പോകണം. അവിടെ കടുവയെ കണ്ടെത്തിയെന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നോക്കാം. 8-9 വളവുകൾ, അതായത് താമരശ്ശേരി ചുരത്തിലെ 8-9 വളവുകൾക്കിടയിൽ കടുവയെ കണ്ടു എന്നാണ് കാർ യാത്രക്കാരനായ ബേപ്പൂർ സ്വദേശി സവാദ് പറഞ്ഞിരിക്കുന്നത്. വേഗം തന്നെ പോലീസിനെയും വനവകുപ്പിനെയും വിവരം അറിയിച്ചു എന്നും സവാദ് 24നോട് പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. താമരശ്ശേരി ചുരം 8-9 വളവുകൾക്കിടയിൽ ഇന്നലെ രാത്രി 7 മണിയോടെയാണ് കടുവേനെ കണ്ടത്. ഇതിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ആളുകളാണ് വനംവകുപ്പിനെ ഇത് സംബന്ധിച്ച് വിവരം അറിയിച്ചത്. തുടർന്ന് ഇന്നലെ രാത്രിയിൽ താമരശ്ശേരി RRTയുടെ നേതൃത്വത്തിൽ വിശദമായുള്ള പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് ഈ കടുവേനെ കണ്ട വാഹനത്തിലുണ്ടായിരുന്ന ആളുകളാണ്. ചേട്ടാ, എങ്ങനെയാ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂണിയൻ ബാങ്കിൻ്റെ ഒരു ഓട്ടോ ആയിട്ട് പോയതായിരുന്നു. അങ്ങനെ വയനാട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് 9-ാം വളവ് കഴിഞ്ഞ് 8-ാം വളവിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എൻ്റെ മുന്നിലൊരു ബൈക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ വേറൊരു വയനാട് രജിസ്ട്രേഷൻ ഒരു കാറും ഉണ്ടായിരുന്നു. ആ കാറിൻ്റെ മുൻപിലേക്കാണ് സംഭവം വന്ന് ചാടി അതേ സ്പീഡിൽ തന്നെ തിരിച്ച് റിട്ടണും അത് കയറിപ്പോയി. ആ കാറുകാരെ അങ്ങനെ തന്നെ എടുത്തു പോയി. ആ ബൈക്കുകാരനാകെ ഭയന്നിട്ട് ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് അവർ വന്ന് ഇറങ്ങിയ ഒരു ഇതിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു അന്നേരം. അപ്പോൾ ആ സമയത്ത് തന്നെ ജസ്റ്റ് അവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഫോറസ്റ്റിലോട്ടും പിന്നെ അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇൻഫോം ചെയ്തായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള കടുവയായിരുന്നു. നല്ല വലിപ്പവും കാര്യങ്ങളും ഉള്ളായിരുന്നു. ഒരു നോർമൽ സൈസ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലൊരു ഹൈ ലെവൽ. ഈ ബൈക്കിലുള്ള ആളും പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി കാണും അല്ലേ? അതെ, പുള്ളി ഒന്ന് ഭയന്നായിരുന്നു. അത് ഒരു ഹിന്ദിക്കാരനാണ്, ഒരു ഗ്ലാസ് വർക്ക് എടുക്കുന്നതാണ്, താമസം കൊടുവള്ളിയിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിർത്തിയിട്ട് പുള്ളിയുടെ നമ്പറോ കാര്യങ്ങളോ വാങ്ങിക്കുന്നത് കുറച്ചൊരു ഡേഞ്ചറുള്ള സംഭവം ആയതുകൊണ്ട് അതിന് നിന്നില്ല. പുള്ളി സഞ്ചരിച്ചിരുന്ന ബൈക്കിൻ്റെ നമ്പറും കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ജസ്റ്റ് അവിടേക്ക് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ പറഞ്ഞില്ല ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു? അത് പരസ്പരം അന്നേരം കാണുന്ന ആൾക്കാരോട് ജസ്റ്റ് ഇൻഫോം ചെയ്യാൻ പറ്റി. പിന്നെ മെയിനായിട്ട് ഡേഞ്ചറായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളവ് ഇങ്ങോട്ട് കഴിയുന്ന സമയത്ത് തന്നെ ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പുറത്ത് റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ചും കൂടി ഭയമായിട്ട് തോന്നിയതുകൊണ്ടാണ് അന്നേരം തന്നെ വേഗം അറിയിക്കേണ്ടവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി RRT സംഘവും പോലീസും ഒക്കെ ഇന്നലെ രാത്രിയിൽ താമരശ്ശേരി ചുരത്തിൽ വിശദമായുള്ള പരിശോധന നടത്തിയത്. പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ കടുവേനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരെ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല. പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. ഇന്നും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിശദമായുള്ള പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന് കാരണം 10 മാസം മുമ്പ് ഇതേ പ്രദേശത്ത് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കടുവേനെ കണ്ടിരുന്നു. അതുകൊണ്ട് ആ കടുവ തന്നെയാണോ ഇത്തരത്തിൽ ഇന്നലെ രാത്രി വീണ്ടും ഇതേ സ്ഥലത്ത് ഇറങ്ങി എന്ന സംശയമൊക്കെ വനം വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും പരിശോധന തുടരും. രാത്രികാലങ്ങളിൽ അല്പം ജാഗ്രത യാത്രക്കാർ ഉൾപ്പെടെ പാലിക്കണമെന്നാണ് വനം വകുപ്പ് സംഘം അറിയിക്കുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.